എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ലൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ. ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇതായിരുന്നു പരിപാടി. എന്നാൽ നിങ്ങൾ കാണുന്നുണ്ടോ പുറകിൽ നമ്മുടെ തിണ്ണയുടെ വാളിൽ നമ്മളൊരു സാധനം സ്റ്റിക്കർ ഒട്ടിച്ചു കാണിച്ചു തരാം. സ്റ്റിക്കർ ഒട്ടിച്ച് ഉള്ളൊട്ടിച്ച് കുറച്ച് ഒരു സൈഡ് മാത്രം ഒട്ടിച്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ സംഭവം. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വിനൈൽ മെറ്റീരിയൽ ഉണ്ടോ, വിനൈലിൻ്റെ മെറ്റീരിയൽ. അതായത് വെള്ളമൊക്കെ പിടിച്ചാൽ പോലും നമുക്ക് കഴുകിക്കളയാം. ഇപ്പോൾ പിള്ളേർ വരയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷയമില്ല, കഴുകിക്കളയാം. നല്ല വിനൈല, കീറത്തില്ല, നല്ല സാധനമാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് റോളായിട്ട് ഇങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത്. ആർക്കെങ്കിലും ലിങ്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ ലിങ്ക് തരാവേ. എൻ്റെ ലിങ്ക് അയച്ചു തരാം ഇത് മേടിക്കാനുള്ള. എൻ്റെ നമ്പർ, വാട്സാപ്പ് നമ്പറൊക്കെ എൻ്റെ പ്രൊഫൈലിലുണ്ട്, നോക്കിയാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ റോളായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിങ്ങനെ റോളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു റോളാ 10 മീറ്ററിൻ്റെ ഒരു റോളാണ്, 10 മീറ്റർ ഉണ്ടാവും ഇത്ര റോള്. അപ്പോൾ അത് നമുക്ക് കുറേ ഒട്ടിക്കാനുണ്ട്. നമുക്ക് ഇത്ര ഭാഗം ഒട്ടിച്ചു, ഇങ്ങനെ ഉണ്ടെന്ന് നോക്ക്. പിന്നെ നമ്മൾ അകത്ത് ഒട്ടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അല്ല, ഇത് വേറൊരു ടൈപ്പ് സാധനം. ഇത് പക്ഷെ നമ്മൾ ഒട്ടിച്ചൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, തിരിഞ്ഞു പോയി. ഇങ്ങനെയായിരുന്നു സംഭവം വേണ്ടത്, പക്ഷെ നമ്മൾ ഒട്ടിച്ചപ്പം സ്റ്റിക്കർ തിരിഞ്ഞു പോയി. അങ്ങനെ ഓക്കെ, ഒരു സൈഡ് മാത്രം ഒട്ടിച്ചത്. ഇതൊക്കെ നമ്മൾ പണ്ട് ഒട്ടിച്ച സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് ഒട്ടിച്ചൊരു സ്റ്റിക്കർ ഉണ്ട്, ഇതൊരു 5-6 വർഷം മുമ്പ് ഒട്ടിച്ചതാണ്. ഇതും പോളിവിനൈൽ മെറ്റീരിയൽ തന്നെയാണ്. ഉണ്ടോ, മാൻകുട്ടീൻ്റെ ഫോട്ടോ. ഇനി നമ്മുടെ അടുക്കളയിലും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ, ഇതും ഈ പോളിവിനൈൽ സ്റ്റിക്കർ തന്നെ കേട്ടോ. ഉണ്ടോ, ഇത് സെയിം സ്റ്റിക്കറാണ്. ഇതിങ്ങനെ ഒട്ടിക്കുന്നത് ചെളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാം. അതാണ് ഇതിൻ്റെ ഗുണം. പെയിന്റ് പോലെ കുറേ നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും. കുറച്ച് ഒട്ടിക്കാൻ കുറച്ച് പാടുണ്ട്, കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെടാണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഈ കുറച്ച് പേരൊക്കെ ഓർഡർ പറഞ്ഞായിരുന്നു. നല്ല 5 വർഷം നിൽക്കുന്ന ഗ്രോ ബാഗാണ്. ഉണ്ടോ, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് 20 രൂപയുടെ ഗ്രോ ബാഗ് പോലത്തെ സാധനമല്ല. ഇത് 45 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ 60 രൂപയുടെ വലുതും ഉണ്ട്, നിങ്ങൾക്ക് പച്ചക്കറിയൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല സാധനമാണ് കേട്ടോ. നമ്മുടെ റോസയിൽ ഉണ്ടാക്കിയ പൂവാ കണ്ട. ഞാൻ നല്ല പോസ്റ്റായിട്ട് ഇട്ടിരുന്നു. എന്തായാലും വന്നാലേ നമ്മുടെ കിളിക്കൂടും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ നോക്കണം, കിളി പറന്നു പോകുന്നതാണ്. കിളി ഉണ്ടോന്നറിയില്ല, ഉണ്ടെങ്കിൽ പറന്നു പോകും. ഇല്ല, കിളി ഉണ്ട് കേട്ടാ. എന്താ, വെള്ളക്കിളി പറന്നു പോയതാണ്ട. അത് മുട്ടയ്ക്കടയിരിക്കുമായിരുന്നു, ഇപ്പൊ കരയാൻ തുടങ്ങും. പുറത്തുനിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. എന്താ, 3 മുട്ട ഇരിക്കുന്നുണ്ടോ. മുട്ട വിരിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാവേ. ഇതിപ്പോൾ 20-ാം തീയതി അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ഞാൻ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുന്നില്ല, ഇങ്ങോട്ട് പുറത്തേക്ക് കുറച്ച് പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കും കേട്ടോ. ചെറിയ ബ്ലോഗ് കേട്ടോ, നമ്മുടെ ഇങ്ങനത്തെ ഉള്ള ബ്ലോഗ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാമായിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഉറങ്ങിക്കുന്ന വേണ്ടി സുഗന്ധരായന കേട്ടോ, സുഗന്ധങ്ങളുടെ രാജാവ്. ഓക്കെ ബൈ. നമ്മുടെ എന്താണ് പറയുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട. നിങ്ങൾക്ക് ഫോളോ ചെയ്താലൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ക്യാഷ് മുടക്കുള്ള കാര്യമൊന്നുമില്ല. നമുക്കൊരു സപ്പോർട്ടാവും.